Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് April 1 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. BCom 6th സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GST ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഇൻകം ടാക്സ് ആൻഡ് GST അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 6th സെമസ്റ്ററിലെ BCom BBA സ്റ്റുഡൻസിന്റെ പ്രോബ്ലം പേപ്പേഴ്സിനെ ഓൺലൈനായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. BBA 6th സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെയും പ്രോബ്ലം പേപ്പേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ദെൻ അതുമാത്രമല്ല, നമ്മുടെ സ്ഥാപനം കഴിഞ്ഞ കുറച്ച് എക്സാം റിലേറ്റഡ് ലൈവ്, ദെൻ ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോസൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷനും ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് GSTയുമാണ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഡിറക്റ്റ് ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ അതുപോലെ തന്നെ GSTയുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ്, ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് പഠിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇൻകം ടാക്സ് ആൻഡ് GST ഈ ഒരു പേപ്പറിൽ 2 പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് വരാറ്. എസ്സേക്ക് ഒരു പ്രോബ്ലവും ദെൻ ഷോർട്ട് എസ്സേ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, അങ്ങനെ 2 പ്രോബ്ലംസ് ആണ് വരാറ്. സോ പ്രോബ്ലം സ്കിപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ വരുന്നില്ല. തിയറി പഠിച്ചാലും നമുക്ക് പാസ്സാകാൻ സാധിക്കും. ബട്ട് ഇത് ടാക്സ് ലോയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ മറ്റ് സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന പോലെയോ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന പോലെയോ ഒന്നും നമുക്ക് ഈ ടാക്സ് പേപ്പറിൻ്റെ ലോ പഠിക്കാൻ സാധിക്കില്ല. ടാക്സ് ലോയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, പാസ്സാകാൻ സാധിക്കുള്ളൂ, ഹൈ മാർക്സിലോട്ട് പോകാനും പറ്റുള്ളൂ. സാധാരണ ഒരു തിയറി പേപ്പർ അപ്രോച്ച് ചെയ്യുന്ന പോലെ തിയറി മാത്രം പഠിച്ചാൽ മാർക്ക് മേടിച്ച് പോവാം, അങ്ങനത്തെ ഒരു മൈൻഡിൽ ഇവിടെ വരരുത്. ബിക്കോസ് ഞാൻ പറഞ്ഞു, ടാക്സ് ലോയാണ്. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് അവിടെ ടാക്സ് ലോ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അതിൻ്റെ പ്രോബ്ലം ചെയ്യാണ്. ഇവിടെയും നമുക്ക് GSTയുടെ കേസിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആ ടാക്സ് ലോ മനസ്സിലാക്കാനാണ് അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. ബട്ട് ഇവിടെ ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം വരുന്നില്ല. GSTയിൽ നിന്നൊക്കെ ആ ടാക്സ് ലോൻ്റെ തിയറി മാത്രമാണ് വരുന്നത്. ഡിറക്റ്റ് ടാക്സിൽ നിന്ന് ഒരു 2 പ്രോബ്ലംസ് മാത്രമാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ. നേരത്തെ നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് 5 ഹെഡ്സ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ വരെ 5 ഹെഡ്സ് വരെയാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനിലോട്ടാണ് നമ്മൾ ഇവിടെ ചാപ്റ്റർ നമ്പർ 1 മൊഡ്യൂൾ നമ്പർ 1 പോകുന്നത്. അതിനുശേഷം ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 2. ഈ 2 മൊഡ്യൂളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരും. എസ്പെഷ്യലി മൊഡ്യൂൾ നമ്പർ 2 ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ. 2 essay ചോദ്യങ്ങൾ, ദെൻ 2 മുതൽ ചിലപ്പോൾ 3 essay അതിൽ തന്നെ വരും. കാരണം നമുക്ക് GST ഏരിയയിൽ നിന്ന് പലപ്പോഴും 4 essay ചോദ്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് കണ്ടുവരാറ്, ഒരെണ്ണം. ബാക്കി 3 essayയും മൊഡ്യൂൾ നമ്പർ 2 നിന്ന് അവരിടാറുണ്ട്. അതിൽ ഒരു പ്രോബ്ലവും 2 തിയറിയും വരെ മൊഡ്യൂൾ നമ്പർ 2 നിന്ന് കണ്ടുവരുന്നുണ്ട്. ഇനി ഒരൊറ്റ തിയറി ചോദ്യമാണ് നമുക്ക് GSTയിൽ നിന്ന് വരുന്നത്. ദെൻ പാർട്ട് ബിയിലാണെങ്കിൽ ടോട്ടൽ 8 ചോദ്യങ്ങളിൽ ഒരു പ്രോബ്ലം, ബാക്കി 7 തിയറി. ഈ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസിൽ 4 ചോദ്യങ്ങൾ ഡിറക്റ്റ് ടാക്സിൽ നിന്നും 4 ചോദ്യങ്ങൾ GSTയിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നാണ് കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് വരാറ്. ഓക്കെ,
ദെൻ എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിലും ഈ ഏകദേശം കറക്റ്റ് ഒരു ഡിവിഷൻ നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ പാർട്ട് ബിയിലൊരു പ്രോബ്ലം, പാർട്ട് സിയിലൊരു പ്രോബ്ലം മാത്രമാണ് ഇതിൽ വരുന്നത്. അത് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു ക്രൂഷ്യൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 2 ആണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾ കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂള് ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇതിൽ നിന്ന് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് മെയിനായിട്ട് കണ്ടുവരാറ്. സോ അതിലാദ്യം എഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്, ഡീംഡ് ഇൻകം എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്ക പേപ്പറിലും ആദ്യം ചോദിക്കുന്നത് എഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്, അല്ലെ ഡീംഡ് ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം, ഈ ഒരു ചോദ്യമാണ് മിക്ക പേപ്പറുകളിലും ആദ്യം 2 മാർക്കിൻ്റെ ആയിട്ട് കാണാം. അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുമാത്രമല്ല ഈ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ സെക്ഷൻ 68, 69 അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ചില സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 69D ഹൻഡി, അതുപോലെ തന്നെ 69C അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ മെജോറിറ്റി കേസിൽ നമുക്ക് എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്നാണ് ചോദിക്കാറ്. ദെൻ കണ്ടിന്യൂവേഷൻ ആയിട്ട് ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്നുള്ളത് നമുക്ക് എന്താണ് 2 മാർക്കിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. മിക്ക പേപ്പറുകളിലും ആദ്യം ചോദിക്കുന്നത് അതാണ്. ഇൻകം ടാക്സ് ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ SSC's ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലബിംഗ് ഓഫ് ഇൻകം. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈ പറയുന്ന ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ അസസി മറ്റ് പേഴ്സൺസിൻ്റെ ഇൻകം നമ്മുടെ ഇൻകവുമായിട്ട് അല്ല ക്ലബ് ചെയ്യുന്നു, അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയാം. അതിൽ മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, വന്നിട്ടുണ്ട് മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് എടുത്ത് മനസ്സിലാക്കണം. ക്ലബിങ്ങിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സ്പൗസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ സെപ്പറേറ്റ് കാണാൻ സാധിക്കും. അതിൽ മൈനർ ചൈൽഡ് അതുപോലെ തന്നെ സ്പൗസ്, എസ്പെഷ്യലി മൈനർ ചൈൽഡിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ക്ലബിങ്, മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രോബ്ലംസ് വളരെ കുറവായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വരുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. അതിൻ്റെ തിയറി 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെയിലും മിക്ക പേപ്പറുകളിലും കണ്ടുവരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എന്താണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, 2 മാർക്സിനും ചോദിക്കാം. ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണെന്നുള്ളത് 5 മാർക്കിൻ്റെയിലും ചോദിക്കാം. തിയറി ആയിട്ട് പലപ്പോഴും വരുന്നതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ പ്രോബ്ലംസ് ആക്ച്വലി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം, തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. മിക്ക പേപ്പറുകളിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ചോദ്യം ഉണ്ടാകാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ചോദ്യം ചോദിക്കുന്ന രീതി ചിലപ്പോൾ ഏതെങ്കിലും ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ കുറച്ച് ഡിഡക്ഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വരും, ചിലപ്പോൾ അങ്ങനെ ഇരിക്കും വരാം. 80C to 80U ഉണ്ടല്ലോ, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 5-6 ഡിഡക്ഷൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം. അതല്ലെങ്കിൽ ഈ ഡിഡക്ഷൻസിലെ ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും വരാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത് 80G ആണ്, ഡൊണേഷൻ, ബിക്കോസ് അത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. ദെൻ അത് മാത്രമല്ല ചില ഡിഡക്ഷൻസ് എന്താണ് എന്നുള്ളത് എടുത്ത് 2 മാർക്കിൻ്റെ ചോദ്യത്തിലും കാണാറുണ്ട്. അത് കൂടുതൽ കണ്ടുവരാറ് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ 80C എന്താണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് 80C, 80CC അങ്ങനത്തെ. അപ്പോൾ നിങ്ങൾ ഈ ഡിഡക്ഷൻസ് എന്താണെന്നുള്ളത് കൂടുതൽ എടുത്ത് പഠിക്കുക. ദെൻ അതിൽ 80G കുറച്ചും കൂടിയും എടുത്ത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ചോദിക്കാറ്. അപ്പോൾ കൂടുതൽ 80C, CC, CD, 80D ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പറയുകയാണ് 80G, പിന്നെ GG, 80GG, QQB, ദെൻ TTA, RRB, 80U. ഇൻഡിവിജ്വൽസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള
സെക്ഷൻസ് ആണ്, ഡിഡക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി എടുത്ത് പറയാം. പോപ്പുലർ ആയിട്ടുള്ളതും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 80C, 80D, 80E, 80G, GG, ദെൻ എന്താണ് RRB, QQB, TTA, ATU. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മാത്രം 2 മാർക്കിൻ്റെയും ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വേണമെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഡിഡക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ഡിഡക്ഷൻ എഴുതി വയ്ക്കണു, ദെൻ അതിൻ്റെ പറ്റിയുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻ സിനഫ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അതിലാണ് അതിൻ്റെ വലിയ പ്രോബ്ലംസ് ഒന്നും സാധാരണ വരുന്നത് കുറവാണ്, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ മിനിമം ഇത്ര കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ് നമ്മൾ കണ്ടുവരുന്നത്, 5 മാർക്സിൻ്റെ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് റിബേറ്റ് എന്താണ്. 87A 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ എന്താണ് 87A. ദെൻ മാർജിനൽ റിലീഫ് എന്താണ്, റിലീഫ് ഓഫ് ടാക്സ് എന്താണ്, പല പേപ്പറുകളിലും ഇത് മാറി മാറി വരുന്നതാണ്. റിബേറ്റ്, മാർജിനൽ റിലീഫ്, റിലീഫ് ഓഫ് ടാക്സ് എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വരുന്ന 2 പ്രോബ്ലം എന്ന് പറയുന്നത് ഒരെണ്ണം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്, ടാക്സ് ലൈബിലിറ്റി കാണാം. പിന്നെ ജസ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം വരെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും, അതുപോലെ തന്നെ SAക്ക് ഉണ്ടാവും. 5 മാർക്കിൻ്റെ ജസ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ദെൻ SAക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റിയോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ചിലപ്പോൾ ജസ്റ്റ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ട് അതിൽ നിന്ന് ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്ത് ടോട്ടൽ ഇൻകം കാണാം, അത് മാത്രമായിരിക്കും വരാം. ചിലപ്പോൾ മാത്രമാണ് ടാക്സ് ലൈബിലിറ്റി കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടുവരാറ്. അപ്പോൾ 2 പ്രോബ്ലം എന്ന് പറയുന്നത് നമ്പർ 1 ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഓർ ടാക്സ് ലൈബിലിറ്റി, അതിൻ്റെ എക്സ്റ്റൻഷൻ. നമ്പർ 2 5 മാർക്കിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി കേസസിൽ കണ്ടുവരാറ്. ഇതാണ് 2 പ്രോബ്ലം നമുക്ക് എന്താണ് 2 പാർട്ടിലും കൂടിയിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ള മെജോറിറ്റി പേപ്പറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വരുന്നത് ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ? നമ്പർ 1 അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം. ദെൻ നമ്പർ 2 ക്ലബിംഗ് ഓഫ് ഇൻകം, അതിൽ മൈനർ ചൈൽഡിന്റെ ട്രീറ്റ്മെന്റ്, സ്പൗസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഡക്ഷൻസിന്റെ തിയറി നോക്കുക, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഡിഡക്ഷൻസ് എടുത്ത് നോക്കുക. 80G വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏതെങ്കിലും ഡിഡക്ഷൻസ് 2 മാർക്കിൻ്റെയും പിന്നെ ഡിഡക്ഷൻസ് 5 മാർക്കിന്റെ തിയറിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ പ്രോബ്ലംസ് പിന്നെ വരുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ, ദെൻ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ടാക്സ് ലൈബിലിറ്റി, SAക്ക് ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ റിബേറ്റ് എന്താണ്, മാർജിനൽ റിലീഫ് അല്ലെങ്കിൽ റിലീഫ് ഓഫ് ടാക്സ്, ഇതൊക്കെ 2 മാർക്കിന്റെ തിയറി ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി ടോപ്പിക്കുകൾ നോക്കുക, പ്രോബ്ലംസ് ഞാൻ പറഞ്ഞത് മാത്രം നോക്കുക, ബാക്കിയുള്ളതൊക്കെ തിയറിയാണ് കണ്ടുവരാറ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2 ഇൻകം ടാക്സ് അതോറിറ്റി, തിയറിയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു SA ക്വസ്റ്റ്യൻ 1 2 വരെ പ്രതീക്ഷിക്കാം. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതിൽ ആദ്യം ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് നമുക്ക് ചോദ്യം. അതിൽ CBDT എന്താണ്, ഇൻകം ടാക്സിന്റെ അപ്പെക്സ് ആണ്. CBDT എന്താണെന്ന് മാത്രം 2 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ നമ്പർ 2 എക്സ്പ്ലെയിൻ വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, നമുക്ക് 5 മാർക്കിൻ്റെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അത് മാത്രമല്ല SAക്കും പ്രതീക്ഷിക്കാം. ദെൻ CBDT, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ പേരുകൾ കാണാറുണ്ട്. അപ്പോൾ വിച്ചാർ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5-6 എണ്ണത്തിന്റെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 5 മാർക്ക് ലഭിച്ചു. ഒരു 6-7 എണ്ണം ഉണ്ട് അതിൽ, അത് എഴുതി വെച്ചാൽ മതി. ഇനി CBDT എന്താണെന്നുള്ളത് മാത്രം 2 മാർക്കിൽ ചോദിക്കും. അത് ആ രീതിയിൽ ഇതാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ, അപ്പെക്സ് അതോറിറ്റി എന്ന് പറഞ്ഞുള്ള എക്സ്പ്ലനേഷൻ. ദെൻ പിന്നെ
നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാം. അത് കൂടുതൽ ഇപ്പോൾ വിരൽ വളരെ കുറവാണ്. CBDT പറ്റിയിട്ടുള്ള CBDTയുടെ പവേഴ്സ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമുക്ക് അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ അതോറിറ്റീസ്, ഓരോ ഡയറക്ടർ ജനറൽ, പ്രിൻസിപ്പൽ ജനറൽ, ഇവരുടെ ഒക്കെ പവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അത് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് അങ്ങനെ നോക്കി പോവാൻ എന്ന് പറയുകയാണെങ്കിൽ തലക്ക് ഭ്രാന്ത് വരും. നിങ്ങളപ്പോൾ മിനിമം നോക്കി പോകേണ്ട കാര്യം എന്താ? നമ്പർ 1 അതോറിറ്റീസ്. അതിൽ ഏതൊക്കെയാണ് അതോറിറ്റീസ് എന്നുള്ളത് ഒരു 5 നോക്കി വയ്ക്കുക. 5 മാർക്കിനുള്ളിൽ ചോദിച്ചാൽ എഴുതുക. CBDT എന്താണ്, CBDTയുടെ പവേഴ്സും കാര്യങ്ങളും നോക്കി വയ്ക്കുക. പിന്നെ അസസിങ് ഓഫീസർ ആരാണ്, 2 മാർക്കിൻ്റെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും വരാറുള്ളതാണ്. ദെൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ പ്രൊവിഷൻസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, വാരിയസ് ഫോംസ് ഓഫ് റിക്കവറി, SCക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം. റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, വാരിയസ് ഫോംസ് ഓഫ് റിക്കവറി, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് TDS എന്താണ്, ടാക്സ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ് TDS. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം. അതിൻ്റെ പ്രൊവിഷൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സും ദെൻ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സും മാറി മാറി ചോദിച്ചിട്ടുള്ളതാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സും ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. പിന്നെ TCS എന്താണ്, 2 മാർക്സിൻ്റെ ചോദിക്കാം, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് 2 ടോപ്പിക്സ് ആണ് ഇതിൻ്റെ താഴെ കാണാൻ സാധിക്കുക. നമ്പർ 1 റിട്ടേൺ ഓഫ് ഇൻകം, അസസ്മെൻറ്റ് പ്രൊസീജിയറിലെ ഫയലിംഗ് ഓഫ് റിട്ടേണും, അതിൻ്റെ താഴെ അസസ്മെൻറ്റും ഉണ്ട്, റിട്ടേണും ഉണ്ട്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം essay ചോദ്യമായിട്ട് എല്ലാ പേപ്പറുകളിലും വരുന്നതാണ്. ഒന്നുകിൽ റിട്ടേൺ ഓഫ് ഇൻകം, അതല്ലെങ്കിൽ അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ അസസ്മെൻറ്റ് പ്രൊസീജിയറിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എന്താണ് റിട്ടേൺ ഓഫ് ഇൻകം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതൊരു ചോദ്യം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, അതൊരു essay ചോദ്യമാണ്. ദെൻ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേണിലെ ഏതെങ്കിലും ഒരു റിട്ടേൺ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. അപ്പോൾ മാൻഡേറ്ററി റിട്ടേൺ, വോളണ്ടറി റിട്ടേൺ, ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ITR 5, ITR 4, 3 അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതും ചില സമയത്ത് 2 മാർക്കിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ദെൻ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതിൻ്റെ കൂടെ ഈ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, ഈ ഫയലിംഗ് ഓഫ് റിട്ടേൺ 2 മാർക്കിനെ എടുത്ത് ചോദിക്കാം. അതിൻ്റെ സ്റ്റെപ്സ് SAക്കും ചോദിക്കാം. അപ്പോൾ എന്താണ് റിട്ടേൺ ഓഫ് ഇൻകം, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, ദെൻ അതിൽ പലതരത്തിലുള്ള റിട്ടേൺ, റിവൈസ്ഡ് റിട്ടേൺ, ഫയലിംഗ് ഓഫ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ, ഇതൊക്കെ 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് ചോദിക്കാം. ദെൻ ഫയലിംഗ് ഓഫ് റിട്ടേണിൻ്റെ സ്റ്റെപ്സ് SAക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഈ ചോദ്യം ഇങ്ങനെയാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ എക്സ്പ്ലെയിൻ ചെയ്യാനും, ദെൻ ഫയലിംഗ് ഓഫ് റിട്ടേണിൻ്റെ സ്റ്റെപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും, ഇങ്ങനെ ഒരു essay ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് 2 മാർക്കിൻ്റെ റിട്ടേൺ ഓഫ് ലോസ്, ബിലേറ്റഡ് റിട്ടേൺ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും നോക്കിയിരിക്കണം. അപ്പോൾ റിട്ടേൺ ഒന്നുകിൽ റിട്ടേൺ അല്ലെങ്കിൽ അസസ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മാറി മാറി വരാറ്. റിട്ടേൺ വന്നാൽ അസസ്മെൻറ്റ് ഉണ്ടാവില്ല, അസസ്മെൻറ്റ് വന്നാൽ റിട്ടേൺ ഉണ്ടാവില്ല. നെക്സ്റ്റ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ, മിക്ക പേപ്പറിലും 2 മാർക്കിൻ്റെ വരുന്നതാണ്. പാൻ എന്താണ്, പിന്നെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് കമ്പൽസറി പാൻ ഈസ് കമ്പൽസറി, ഏതൊക്കെ ട്രാൻസാക്ഷൻസിനാണ് പാൻ കമ്പൽസറി ആയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളൊരു 5 നോക്കി വെച്ചു. 5 മാർക്കിൻ്റെ ചോദിച്ചാൽ എഴുതണം. 5 മാർക്കിൻ്റെ വന്നിട്ടുള്ള ചോദ്യമാണ് പാൻ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കമ്പൽസറി ആണ് എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് അസസ്മെൻറ്റ്. ഞാൻ പറഞ്ഞു അസസ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്, അത് SAക്ക് ചോദിക്കാം. അത് മാത്രമല്ല ഈ അസസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഇപ്പോൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിലെ സെൽഫ് അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, പ്രിക്വേഷണറി അസസ്മെൻറ്റ്, ഇങ്ങനെ അസസ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എന്താണ് അസസ്മെൻറ്റ്, 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ സെൽഫ് അസസ്മെൻറ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദിക്കാം.
ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്താണ്? 2 മാർക്കിന്റെ ചോദ്യം. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സ്പ്ലനേഷൻ നോട്ട്. അങ്ങനെ അപ്പോൾ അസസ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, ദെൻ അതിലെ സെൽഫ് അസസ്മെന്റ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, അതൊക്കെ സെപ്പറേറ്റ് നമുക്ക് എടുത്ത് ചോദിക്കുകയും ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മൊഡ്യൂൾ നമ്പർ 2 പറ്റി പറയാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2 പറ്റിയിട്ട് മൊത്തത്തിൽ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എസ്സേക്ക് ചോദിക്കുന്ന ചോദ്യം ഇതുവരെയായിട്ട് വന്നിട്ടുള്ളത് റിട്ടേൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതിലേതെങ്കിലും ഒരു റിട്ടേൺ 2 മാർക്കിൻ്റെ ചോദിക്കാം. ദെൻ അസസ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, ആ അസസ്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെയും ചോദിക്കാം, 5 മാർക്കിൻ്റെയും ചോദിക്കാം. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? വാരിയസ് ഫോംസ് ഓഫ് റിക്കവറി, പാൻ, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് പിന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത്. പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസ്, CBDT, ദെൻ വാരിയസ് ഏതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നുള്ളത് നോക്കുക. അസസിങ് ഓഫീസർ, പിന്നെന്താ ഞാൻ പറഞ്ഞ ഈ CBDTയുടെ പവേഴ്സ് മാത്രം ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അതല്ലാണ്ട് വലിച്ചു വാരിയിട്ട് നോക്കി നേരം കളയേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടുവരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 essay വരെ വരാം, തിയറി ചോദ്യം തന്നെ മനസ്സിലാവുന്നുണ്ട്. 2 essay വരെ. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, അതിൻ്റെ പ്രൊവിഷൻസ്, TDS അതിൻ്റെ പ്രൊവിഷൻസ്, ആ കാര്യങ്ങളും നോക്കിയിരിക്കണം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, ഇനി മൊഡ്യൂൾ നമ്പർ 3 മുതൽ നമുക്ക് GSTയുടെ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ നമ്മുടെ ഡിറക്റ്റ് ടാക്സ് കഴിഞ്ഞു. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 മുതൽ GSTയുടെ കാര്യങ്ങൾ 3 മൊഡ്യൂളായിട്ട് കാണാൻ സാധിക്കും. ഈ 3 മൊഡ്യൂളും കൂടിയിട്ട് ഒരൊറ്റ തിയറി essay ചോദ്യമാണ് കണ്ടുവരാറ്. അത് ബേസിക് ചോദ്യങ്ങളാണ് GST സബ്ജക്റ്റിൽ നിന്ന്, GSTയുടെ പാർട്ടിൽ നിന്ന് വരാറ്. ബേസിക് കുറേ ടോപ്പിക്കുകളുണ്ട്, അത് മാത്രമാണ് എടുത്തു വരാറ്. അതുകൊണ്ട് ആ ബേസിക് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ എന്താണ് GST, CGST, SGST, IGST, ഇതൊക്കെ എന്താണ്? ഇവല്യൂഷൻ ഓഫ് എന്താണ് GST കൗൺസിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കാസ്കാഡിംഗ് ഇഫക്റ്റ്, ഇതൊക്കെ ഈ പറയുന്ന GSTയുടെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് സാധാരണ വരാറ്. പിന്നെ 3 സപ്ലൈയിൽ ടൈം, പ്ലേസ്, വാല്യൂ ഉണ്ട്. അതിൽ ടൈം ഓഫ് സപ്ലൈനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ എക്സ്ട്രാ നമുക്ക് കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബേസിക് ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുക. ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ബേസിക് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ് GST എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ എന്താ അതിൻ്റെ ഇവല്യൂഷൻ essayക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇവല്യൂഷൻ ഓഫ് GST സിസ്റ്റം എന്താണ്? പിന്നെ GST കൗൺസിൽ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് GST നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് എന്താണ് ചിലപ്പോൾ essayക്കും ചോദിക്കും, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ഇവല്യൂഷൻ, ഈ പറഞ്ഞ GST സിസ്റ്റം ഒക്കെ എന്താണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ CGST, അതുപോലെ തന്നെ SGST, അതുപോലെ തന്നെ IGST, ഇതൊക്കെ എന്താണെന്ന് എടുത്തും ചോദിക്കാറുണ്ട്. എന്തായാലും നോക്കിയിരിക്കണം. റേറ്റ്സ് ഓഫ് GST ഉണ്ട്, മറ്റൊരു ടോപ്പിക്കാണ്, ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. പിന്നെ ടാക്സബിൾ പേഴ്സൺ ആരാണ്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ റിപ്പീറ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും കണ്ടുവന്നുള്ളതാണ്. സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, പ്ലേസ് ഉണ്ട്, വാല്യൂ ഉണ്ട്. ഈ 3 സപ്ലൈയുടെ കാര്യങ്ങളുണ്ടെങ്കിലും 3ഉം എന്താണെന്ന് നോക്കാം. ടൈം എന്താണ്, പ്ലേസ് എന്താണ്, വാല്യൂ എന്താണ്. ഇതിൽ ടൈം ഓഫ് സപ്ലൈ എന്താണ്, അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം essayക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ടൈം ഓഫ് സപ്ലൈയുടെ തിയറിയാണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 2 സപ്ലൈനെ അപേക്ഷിച്ച് ഈ 3 സപ്ലൈയും ടൈം, പ്ലേസ്, വാല്യൂ എന്താണെന്നുള്ള 2 മാർക്കിലേക്ക് പഠിച്ചു വെക്കുക. ടൈം ഓഫ് സപ്ലൈ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ തിയറി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി കുറച്ചും കൂടിയും കൂടുതൽ നോക്കാം. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ 2 മാർക്കിൻ്റെയിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ട്, കാസ്കാഡിങ് ഇഫക്റ്റ് ഉണ്ട്, അത് വരും ചാപ്റ്ററുകളിൽ വരുന്നുണ്ട്. ബട്ട് അത് ബേസിക്സ് ആണ്.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കാസ്കാഡിംഗ് ഇഫക്റ്റ്, GST, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, CGST, SGST, IGST, ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെയിലും. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം. ഇവല്യൂഷൻ, GST സിസ്റ്റം, സീറോ റേറ്റഡ് സപ്ലൈ, ഈ 3 ടൈം, പ്ലേസ്, അതുപോലെ തന്നെ വാല്യൂ, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ടൈം ഓഫ് സപ്ലൈയുടെ തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. അപ്പോൾ വലിച്ചു വാരി പഠിക്കാണ്ട് ഇതൊക്കെ പിക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ essay ഒരെണ്ണം വരുന്നത് മിക്കതും ഇതിൽ നിന്നായിട്ടാണ് കണ്ടുവരാറ് കേട്ടോ, മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന്. ഇനി മൊഡ്യൂൾ നമ്പർ 4-ലോട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ ആണ് മൊഡ്യൂള്. അതിൽ 2 മാർക്കിൻ്റെയിൽ നിന്നും 5 മാർക്കിൻ്റെയിലേക്കുള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി പേപ്പറിൽ കണ്ടുവരാറ്. എന്താണ് രജിസ്ട്രേഷൻ? ദെൻ രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് 5 മാർക്കിൻ്റെയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ എന്താണ്? ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ GST രജിസ്ട്രേഷൻ നോക്കാം. ദെൻ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം. അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും പ്രൊസീജിയർ, റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് ടാക്സ് ഇൻവോയ്സ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ നമുക്ക് ബിൽ ഓഫ് സപ്ലൈ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. വേ ബിൽ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഡെബിറ്റ് നോട്ട് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ക്രെഡിറ്റ് നോട്ട് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യമാണ്. പിന്നെ നമുക്ക് റിട്ടേൺസ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST റിട്ടേൺ എന്ന് പറഞ്ഞുള്ളൊരു ടോപ്പിക് കാണാൻ സാധിക്കും. ആ GST റിട്ടേണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണമോ 2 എണ്ണമോ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഇപ്പോൾ GSTR1 എന്താണ്? 2 മാർക്സിൻ്റെ വരും. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് GSTR9 എന്താണ്? GSTR9A എന്താണ്? അങ്ങനെയാണ് ചോദിച്ചത്. നമുക്ക് GSTR ഡിഫറെൻറ്റ് ടൈപ്സ്, GSTR1, 2, 4, 5 ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം വരെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നതാണ്. അതാണ് മറ്റൊരു ചോദ്യം ഇതിൽ നിന്ന് വരാറ്. പിന്നെ 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ഇതൊക്കെ ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക, വല്ലാണ്ട് റിപ്പീറ്റ് അല്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് പെനാൽറ്റി അണ്ടർ GST എന്താണ്? പെനാൽറ്റി അണ്ടർ GST എന്നുള്ളത് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് നോക്കി വയ്ക്കാം. റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് രജിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ റിവോക്കേഷൻ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ്, പിന്നെ GST റിട്ടേൺ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിലേതെങ്കിലും ഒരു GST റിട്ടേണിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ടാക്സ് ഇൻവോയ്സ്, അഗ്രിഗേറ്റ് റിട്ടേൺ, വേ ബില്ല്, ദെൻ ബിൽ ഓഫ് സപ്ലൈ, അഗ്രിഗേറ്റ് റിട്ടേൺ പറഞ്ഞു ഞാൻ. പിന്നെ ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. പെനാൽറ്റി എന്താണെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും ചോദിക്കാറുള്ളതാണ് പെനാൽറ്റീനെ പറ്റിയിട്ട്. ജസ്റ്റ് ഇൻട്രസ്റ്റ് അണ്ടർ GSTയിലെ പെനാൽറ്റി എങ്ങനെയാണ് വരാമെന്നുള്ളത് 2 മാർക്കിൻ്റെ വരാറുണ്ട്. മെയിനായിട്ട് മൊഡ്യൂൾ നമ്പർ 5-ലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സോ മൊഡ്യൂൾ നമ്പർ 4 ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 5 ആണ്. ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം 5 മാർക്കിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ എമൗണ്ട്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത്, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആദ്യം വരുന്നു, പിന്നെ ഇൻട്രസ്റ്റ്, പെനാൽറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, പിന്നെ TDS എന്താണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് നോക്കാൻ. TDS, TCS നമുക്ക് പ്രതീക്ഷിക്കാം 2 മാർക്കിൻ്റെ. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, സെപ്പറേറ്റ് നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ CGST, SGST, IGST ഒക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. റീഫണ്ട് ഓഫ് ടാക്സ് 2 മാർക്കിൻ്റെ ചോദ്യം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് ലെഡ്ജർ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം, പലപ്പോഴും കണ്ടുവന്നുള്ളതാണ് കേട്ടോ. ഇലക്ട്രോണിക് ലെഡ്ജർ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിക്കവറിയുടെ കാര്യം ഞാൻ നേരത്തെ ഡയറക്റ്റ് ടാക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഈ പറയുന്ന റിക്കവറി.
പിന്നെ ഞാൻ പറഞ്ഞു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് സാധാരണ ഇതിൽ നിന്ന് ഇട്ട് വന്നിട്ടുള്ളത്. ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പെനാൽറ്റി അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആ പേരില്ലേ അതങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു പ്രാവശ്യം എന്താണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. ഈ പറയുന്ന പെനാൽറ്റി എന്താണ്, പിന്നെ CCA, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് 5 മാർക്സിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ, സെർച്ച്, ദെൻ CCA, അറസ്റ്റ്, ഇതൊക്കെ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ലാസ്റ്റ് ഏരിയയിൽ. അതാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ഓക്കെ, ആദ്യം TDS, അതുപോലെ TCS, ഇൻകം ടാക്സ് ക്രെഡിറ്റ്, ഇതൊക്കെ നോക്കിക്കോളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലാസ്റ്റ് പോർഷനാണ് ഇൻസ്പെക്ഷൻ എന്താണ് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം, സെർച്ച്, CCA, അറസ്റ്റ്, ഇതൊക്കെ എന്താണെന്നുള്ള 2 മാർക്കിൻ്റെയിലും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് അതൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻസ്പെക്ഷൻ അണ്ടർ GST എന്താണ്, സെർച്ച് അണ്ടർ GST എന്താണ്, CCA അണ്ടർ GST എന്താണ്, അങ്ങനെ അറസ്റ്റ് അണ്ടർ GST എന്താണ്, ഇതൊക്കെ മൊത്തം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ. ടാക്സ് ഇവേഷൻ എന്താണ്, പെനാൽറ്റി അണ്ടർ GST എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ദെൻ ലാസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കാണാം. ഇതിലെ ഏതെങ്കിലും ഒരു ഓഡിറ്റ് 2 മാർക്കിൻ്റെ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് സ്പെഷ്യൽ ഓഡിറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഏരിയ ആണ്. എന്തൊക്കെയാ, ഇൻസ്പെക്ഷൻ, സെർച്ച്, CCA, ദെൻ അറസ്റ്റ്, ഇത് മൂന്നും എന്താണ്, പിന്നെ ഓഡിറ്റിൽ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ്, പിന്നെ ആദ്യത്തെ പോർഷനിൽ TDS എന്താണ്, ഇൻകം ടാക്സ് ക്രെഡിറ്റ് എന്താണ്, ആ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് കൂടുതൽ കണ്ടുവരാറ്. റിക്കവറി നമ്മുടെ ഡിറക്റ്റ് ടാക്സിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. CGST, SGST, IGST ഒക്കെ എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ 5 മൊഡ്യൂളിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 2. അതിൽ നിന്ന് ഞാൻ പറഞ്ഞു തിയറി ചോദ്യങ്ങൾ ഒരുപാട് വരും. മൊഡ്യൂൾ നമ്പർ 3 GSTയുടെ ബേസിക് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാം. പിന്നെ പ്രോബ്ലം വരുമ്പോൾ മൊഡ്യൂൾ നമ്പർ 1ൽ നിന്നാണ് നമുക്ക് SAക്ക് ഒരെണ്ണം വരുന്നത് പ്രോബ്ലം, അതുപോലെ തന്നെ 5 മാർക്കിനും ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ 2 ടാക്സിലും ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ഡിറക്റ്റ് ടാക്സ് തന്നെയാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. കാരണം SAക്ക് 4 SAയിൽ 3 SA, പിന്നെ 5 മാർക്കിൻ്റെ 4 എണ്ണം, 8 എണ്ണത്തിൽ 4 എണ്ണം, ഒരു പ്രോബ്ലവും 3 തിയറിയും, ബാക്കി GST ആണ്. പിന്നെ 2 മാർക്കിൻ്റെ പപ്പാതി കറക്റ്റ് ഡിവിഷൻ അവിടെ ഏകദേശം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ടുള്ളത് എടുത്ത് ഞാൻ എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ പിന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 5 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽസ്. അപ്പോൾ ഡിറക്റ്റ് ടാക്സ് നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഒരുപാടുണ്ട്, അത് ഒരുപാട് വായിച്ച് നേരം കളയരുത്. ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 1ൽ ഞാൻ പറഞ്ഞു തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ട കാര്യങ്ങൾ തിയറിയുടെ നോക്കാം. പ്രോബ്ലംസ് നോക്കുമ്പോൾ പ്രോബ്ലം പറഞ്ഞത് മാത്രം വേണ്ടത്. ഇപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അത് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കുക. പിന്നെ തിയറികൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 2ൽ നിന്ന് ഈ പറഞ്ഞ ബെസ്റ്റ് അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, റിട്ടേണിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ പെറുക്കി വേഗം പഠിക്കുക. ദെൻ മൊഡ്യൂൾ നമ്പർ 3ൽ ബേസിക് ടോപ്പിക്കുകൾ ഈ പറഞ്ഞ GST, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GSTയുടെ ഈ പറഞ്ഞ കൗൺസിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കാസ്കാഡിംഗ് ഇഫക്റ്റ്, സീറോ റേറ്റഡ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് വാല്യൂ സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. രജിസ്ട്രേഷൻ, പെനാൽറ്റി, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞു ഞാൻ ഈ CCA, RST, സ്പെഷ്യൽ ഓഡിറ്റ്, GSTRലെ ഏതെങ്കിലും 1 2 എണ്ണം, പിന്നെ ഡിഡക്ഷൻസിൻ്റെ കേസിൽ ആദ്യം പറഞ്ഞ ITC2 യൂലത്തെ ഏതെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൊഡ്യൂൾ നമ്പർ 2ലൊക്കെ ഈ 3 സപ്ലൈയും വലിച്ചു വാരി പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ഈ അടുത്ത കാലത്ത് കഴിയില്ല. ഇത് വലിയൊരു പേപ്പറാണ് GST. അതിനെ നിങ്ങൾക്ക് ഏറ്റവും കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചവർ പോലെ കാണാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞ രീതിയിൽ ക്രിസ്പി ആക്കുക. ഇപ്പോൾ ടാക്സ് അതോറിറ്റീസിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഏതൊക്കെയാണ് ടാക്സ് അതോറിറ്റീസ്,
അതിൽ CBTTനെ എടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ പഠിക്കുക, മനസ്സിലാവുണ്ടോ? അതല്ലാണ്ട് വലിച്ചു വാരി പഠിക്കാണ്ട് ഓരോന്നും എന്താണ് അത് 5 മാർക്കിനുള്ള സ്കോപ്പുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ എടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ഓരോ പാർട്ടിലുള്ളത്, എക്സാമിനേഷൻ ടിപ്സ്, ലൈവ്, ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.